ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ്മി ഫോണിലൊക്കെ വരുന്നൊരു പ്രോബ്ലം ആണ്. പെട്ടെന്ന് ഫോൺ റീസ്റ്റാർട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നും അപ്പോൾ ഈ ഒരു പ്രോബ്ലം വരാനുള്ള റീസണും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവൻ തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഗൈസ്, നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഫോൺ ലാഗ് ആകുമ്പോഴാണ് പെട്ടെന്ന് റീസ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അതായിരിക്കും റീസൺ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതെ വെക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്പും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ലാഗ് ആകുമ്പോൾ പെട്ടെന്ന് ഈ ഒരു നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ റീബൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോറേജൊക്കെ ഫുള്ളാണെങ്കിൽ നിങ്ങൾ റീബൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റീസ്റ്റാർട്ടിങ് പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മൂന്നാമതായിട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, കണക്ട് വിത്ത് MI അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ ടച്ചൊന്നും വർക്കാവത്തില്ല, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോളിയം ബട്ടൺ ഉണ്ടല്ലോ, പ്ലസും മൈനസും, അതാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തെ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഡയറക്റ്റ്ലി ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ ഇതിലൊന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പവർ ബട്ടണും പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ വോളിയത്തിൻ്റെ, അത് രണ്ടും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഫോൺ ഉണ്ടല്ലോ അത് ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില ഫോണിൽ വർക്ക് ആവാറില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാർജിങ് പിൻ ഉണ്ടല്ലോ അത് നിങ്ങളുടെ ഫോണിൽ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ആവും. കുറച്ച് ടൈം എടുക്കുമ്പോൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ആവും. അപ്പോൾ റീസ്റ്റാർട്ട് ആയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ റീബൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ MI അസിസ്റ്റൻ്റായിട്ട് കണക്ട് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.